ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചക്ക വീഡിയോ ആണ് കേട്ടോ. എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമായതുകൊണ്ടിട്ട് അത് എപ്പോൾ വെട്ടിയാലും ഞാൻ വീഡിയോ എടുത്ത് വെക്കും. പിന്നീട് ഇതൊക്കെ നമുക്കൊരു ഓർമ്മയാണല്ലോ അതുകൊണ്ടിട്ട്. പിന്നെ വേണ്ടേ, ഇന്നിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. അമ്മച്ചിയുടെ അടുത്ത് വരെ പോയതായിരുന്നു, ഞങ്ങളെല്ലാവരും കൂടെ പോയതാണ്. ഇന്നലെ വന്നതാണ്. ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം എനിക്കങ്ങ് പോകാൻ വേണം. വൈകുന്നേരം ആയപ്പോഴാണ് ഓർത്ത് ചക്ക ഇട്ടാലോ എന്ന്. നമ്മുടെ ചക്കയല്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ പ്ലാവ് നമ്മുടേതല്ല, നമ്മുടെ തൊട്ട് താഴെ ചേച്ചി അമ്പിക ചേച്ചിയുടെയൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മൾ അവിടുന്ന് 2 ചക്ക ഇട്ടതാണ്. നമുക്ക് ചക്ക ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചേച്ചിയൊക്കെയും കഴിക്കും കേട്ടോ. ചേച്ചിക്കൊക്കെയും ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ചേട്ടൻ വന്നപ്പോഴത്തേക്ക് ഇടീസാണ്. അപ്പോൾ താമസിച്ചായിരുന്നു വന്നപ്പോഴത്തേക്ക്. ഇനിയിപ്പോൾ നമ്മൾ അടത്തിക്കൊണ്ട് പോകുന്നേ ഉള്ളൂ. എനിക്ക് വീട്ടിൽ പോകേണ്ടതുകൊണ്ട് അമ്മച്ചി അടത്തി തരും. അപ്പോൾ അത് കൊണ്ടുപോവുകയാണെങ്കിൽ പിന്നെ എനിക്ക് ഒരിക്കൽ അരിഞ്ഞ് വേവിച്ചാൽ മാത്രം മതിയല്ലോ. പിന്നെ 2 എണ്ണമാണ് ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇതാണെങ്കിലുണ്ടല്ലോ നല്ല പുണക്ക് മൂത്ത ചക്കയായിരുന്നു കേട്ടോ. നല്ല പുണക്കെന്ന് വെച്ചാൽ നമ്മളത് വെട്ടി ഒരുക്കി അരിഞ്ഞ് വരുമ്പോഴത്തേക്ക് എന്തായാലും അത് പുളിപ്പ് വീഴും. അത്രയും മൂത്ത് നിൽക്കുന്ന ചക്കയാണേ. പിന്നെ മറ്റേതാണെങ്കിൽ എനിക്ക് അടത്തിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അമ്മച്ചിക്ക് ഇന്ന് വേവിക്കാൻ വേണ്ടെന്ന് പറഞ്ഞു. കപ്പ പുഴുങ്ങിയതൊക്കെ അമ്മച്ചിക്ക് ഇരിപ്പുണ്ട്. തന്നെയല്ല പിന്നെ അമ്മച്ചി ചക്ക ഇട്ടോളാമെന്ന് പറഞ്ഞു. ചേച്ചിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അമ്മച്ചിക്ക് പിന്നത്തേക്ക് മതി, എനിക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അതേണ്ട ഇത് ഞങ്ങൾ അടത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിതാ കേട്ടോ ഒറിജിനൽ. ഞാൻ മേക്കപ്പ് ഇട്ടിട്ടില്ല, പൊട്ട് തൊട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇതാ ഞാൻ. ഫിൽറ്റർ മാത്രമേ ചെറുതായിട്ട് ഇച്ചിരി കളർ ചേർത്തു, അത്രയേ ഉള്ളൂ. അങ്ങനെ ചേട്ടൻ ആയുധമൊക്കെ എടുത്ത് ചക്ക വെട്ടാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. അപ്പോൾ ചേട്ടൻ വെട്ടിത്തരാം, അമ്മച്ചി അടത്തിയിട്ടാൽ മതി. അപ്പോൾ പെട്ടെന്ന് പണി തീരുമല്ലോ. എന്നോടൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു. കാരണം എനിക്ക് റെസ്റ്റാണ് കേട്ടോ. റെസ്റ്റല്ല, നീ ചെയ്യണ്ട, കാരണം ഇത് അരക്കുമൊക്കെയാണ്, പിന്നെ അവിടെ കുത്തിയിരിക്കണ്ടേ ഒത്തിരി നേരം. അതുകൊണ്ടിട്ട് ഞാൻ പിന്നെ ക്യാമറാമാനായിട്ട് അങ്ങോട്ട് മാറി കേട്ടോ. ഫുൾ വീഡിയോയുടെ പുറകിന് മാത്രമായി. അപ്പോൾ ഇവർക്ക് 2 പേർക്കുമാണ് ഇന്നത്തെ ചുമതല ചക്ക വെട്ടിൻ്റെ. കഴിഞ്ഞ പ്രാവശ്യം ചക്ക വെട്ടി ഞാൻ തന്നെ വെട്ടിയിരുന്ന് എൻ്റെ പരിപ്പും പപ്പടവും ഇളകിയ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതുകൊണ്ടാണ് തോന്നുന്നു ചേട്ടൻ പറഞ്ഞു ഈ പ്രാവശ്യം നീ അടത്തൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചിയും ചേട്ടനോടാകുമ്പം പെട്ടെന്ന് അവർ അടത്തിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പെട്ടെന്ന് പണിയും തീരുമല്ലോ. സമയം എന്തോ 5:30 ആയിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്ക് ഇതേണ്ട അമ്പി ചേച്ചിയും കയറി വന്നു. അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇത് അടത്തിയിടുകയാണ് കേട്ടോ. അപ്പം നമ്മൾ 2 പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പരിപാടി തീരും കേട്ടോ. അങ്ങനെ തേണ്ടേ ചക്ക വെട്ടി അടത്തി ഞങ്ങൾ കവറിനകത്താക്കി കൊണ്ടുപോകാനായിട്ട് ഇനിയിപ്പോൾ എല്ലാം വാരിക്കെട്ടി വീട്ടിൽ പോകുക എന്നുള്ളതാണ് കേട്ടോ. ഒന്നും എടുത്തു വെച്ചിട്ടില്ല. ഇന്നലെ രാത്രി വന്നതാണ്, വൈകുന്നേരം പോകണമെന്ന് ചേട്ടൻ പറഞ്ഞതാണ്. പക്ഷേ ഒന്നും എടുത്തു വെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ പകൽ അമ്മച്ചിയാണെങ്കിൽ മീനെല്ലാം മേടിച്ച് വെട്ടിപ്പെറുക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കറി വെക്കണ്ട, ഞാൻ വീട്ടിൽ പോയിട്ട് നാളത്തേക്ക് വല്ലതും കറി വെച്ചോളാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഫ്രീസറിൽ എടുത്ത് വെച്ചേക്കാണ്. മത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞുമത്തിയാണ്, പീര വെക്കാമല്ലോ എന്ന് ഓർത്തുണ്ട്. അപ്പോൾ ചെന്നിട്ട് ചിലപ്പോഴാണെങ്കിൽ കറി വെക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ നാളെ വേണം വെക്കാനായിട്ട്. അങ്ങനെ ദേണ്ട വീട്ടിൽ വന്നു. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ കേട്ടോ. അന്ന് വന്നിട്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ നല്ല സൂപ്പർ ചക്കയായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അരിഞ്ഞ് പെറുക്കിയെല്ലാം അന്നേരം തന്നെ വേവിച്ചു. അതുപോലെ തന്നെ മത്തിയാണെങ്കിൽ പീരയും വെച്ച്. ഇവിടെ ചേട്ടന് ഭയങ്കര ഇഷ്ടമുള്ളതാണ് മത്തിപ്പീര. ഈ വീഡിയോ പിറ്റേ ദിവസം രാവിലെ എടുത്താണ്. ചേട്ടൻ തേണ്ട ചക്കയൊക്കെ ചൂടാക്കി മത്തിപ്പീരയും കൂട്ടി കഴിച്ചിട്ട് സംഘത്തിന് പോവുകയാണ്. അപ്പോൾ പിന്നെ ഞാനും പൊന്നപ്പനും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം രാവിലെ പൊന്നൂസിന് ചക്ക വേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടിട്ട് പിന്നെ ഞാൻ ഓർത്തുന്ന ഒരു മാങ്ങാപ്പഴം ആദ്യം ചെത്തി കൊടുക്കാമെന്ന് ഓർത്തുണ്ട്. ഇപ്പം മാങ്ങയുടെയൊക്കെ ഒരു സീസൺ ആട്ടോ. നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു കേട്ടോ, നല്ല സൂപ്പർ മാങ്ങ. അപ്പോൾ അത് രാവിലെ അങ്ങോട്ട് ഒരെണ്ണെടുത്ത് പൊന്നൂന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിലും ചക്ക കഴിപ്പൊക്കെ കുറവാണ് കേട്ടോ. അങ്ങനെ കഴിക്കത്തില്ലായിരുന്നു. ഈ പ്രാവശ്യം 2 പ്രാവശ്യം വേവിച്ചപ്പോഴത്തേക്കും കുറച്ച് വെച്ചൊക്കെ കഴിച്ചു. അത് വലിയ ഇഷ്ടമുള്ള സാധനമൊന്നും അല്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ രാവിലെ മാങ്ങാപ്പഴം കഴിക്കട്ടെ എന്ന് ഓർത്തു. അത് കഴിഞ്ഞിട്ട് എല്ലാം ഉണ്ടാക്കി കൊടുക്കാമെന്നേ. പിന്നെ ഈ ഇരിക്കുന്ന ചക്കയുണ്ടല്ലോ, ഇന്നലെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു കേട്ടോ. ആ ഇരിക്കുന്ന ചക്ക അത് നമ്മൾ പുളിന്തൊണ്ട് കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ചേട്ടൻ എടുത്തുകൊണ്ട് വന്നാൽ അത് പക്ഷേ ഇന്നലെ തന്നെ ചെറിയ പുളിപ്പായായിരുന്നു. ഇനിയിപ്പോൾ അത് വെച്ച് എന്തായാലും പഴുത്ത് കിട്ടും. നല്ല മധുരമുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പഴുപ്പിക്കുമോ പുളിന്തണ്ട് കഴിക്കുമോ എന്തെങ്കിലും ചെയ്യാമെന്നും പറഞ്ഞ് എടുത്ത് വെച്ചേക്കാണ്. ഇതിന് ഒരു കവറിനകത്തോട്ട് എടുത്ത് കെട്ടി മാറ്റി വെക്കണം. പിന്നെ ഇന്നലെ വൈകിട്ട് ചക്കയൊക്കെ വേവിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ചക്കക്കുരു ഉഴുന്ന് വെക്കാൻ മറന്നുപോയതല്ല, രാവിലെ ചെയ്യാമെന്ന് ഓർത്തു കേട്ടോ. എനിക്ക് ചക്കക്കുരുമാങ്ങ വെക്കണമെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അങ്ങനെ ഓർത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ചക്ക കിട്ടിയത്. അപ്പോൾ ആ കുരു എല്ലാം നടത്തിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അതൊക്കെ ഞാൻ കഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ കഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ പോനൂസിനും ഇച്ചിരി വാരി കൊടുക്കാമെന്ന് ഓർത്തു. അങ്ങനെയൊക്കെ കൊടുക്കുവാണെങ്കിൽ ചിലപ്പോൾ കഴിച്ചേക്കും. പക്ഷെ രാത്രിയിലാണെങ്കിൽ ഇച്ചിരി ചക്കയൊക്കെ കഴിച്ചിട്ടായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. കഴിപ്പൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി വേറെയുള്ള പണിയെന്ന് വെച്ചാൽ ഞായറാഴ്ച ദിവസം പൊതുവേ പണിയൊക്കെ കുറവാണല്ലോ. ഇച്ചിരി ചോറ് വെച്ചാൽ മാത്രം മതിയായിരുന്നു കേട്ടോ. ചോറ് ഞാൻ കുക്കറിനകത്തോട്ട് ഗ്യാസിലോട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം പിഴിയാണ് കേട്ടോ. ഞാൻ എൻ്റെ ഒരു പ്രഗ്നൻസിയുടെ ഒരു 3ാമത്തെ മാസത്തിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം
എന്തായാലും നല്ല യൂറിൻ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് കേട്ടോ. ഒരു 4 മാസം 5 മാസമൊക്കെ ആയപ്പോൾ തൊട്ട് വെള്ളം കൂടി നല്ല കുറവായിരുന്നു. എനിക്ക് ചുമ്മാ വെള്ളം കുടിക്കാനും ഒക്കെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. അതുകൊണ്ടിട്ട് തന്നെ ഈ പ്രാവശ്യം നല്ല യൂറിൻ ഇൻഫെക്ഷനും ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പം ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടിട്ട് നല്ലപോണക്ക് വെള്ളം കുടിക്കണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുമ്മാ വെള്ളം കുടിക്കുന്നത് തന്നെ ഭയങ്കര പാടായതുകൊണ്ട് ഞാൻ പിന്നെ നാരങ്ങ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചുമ്മാ കലക്കിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് നല്ലപോണക്ക് വെള്ളം നീട്ടി അങ്ങ് കുടിക്കുവേ. അല്ലാത്ത വെള്ളം കുടിക്കാൻ എന്നെക്കൊണ്ട് ഒട്ടും പറ്റുന്നില്ലാത്ത കണക്ക്. പിന്നെ കഞ്ഞിവെള്ളം ഒത്തിരി കുടിക്കാൻ പറ്റത്തില്ലല്ലോ, കഞ്ഞിവെള്ളം നല്ല കൊഴുപ്പും ഒക്കെ ഉള്ളതല്ലേ. അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെയൊക്കെ അങ്ങ് വെള്ളം കുടിച്ചൊക്കെ അങ്ങ് ബാലൻസ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ഇങ്ങനെ വെച്ചേക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ വന്നു. നമ്മുടെ അപ്പുറത്തെ പറമ്പിൽ കുറച്ച് മാങ്ങ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്കത് പറിച്ച് അച്ചാറിട്ട് വെക്കാമെന്നേ. അവിടെ ആരും പറിക്കാനൊന്നും വരുന്നൊന്നും അല്ല, അതിങ്ങനെ ചുമ്മാ കാട് കയറി കിടക്കുവാണേ. അപ്പോൾ നമുക്കൊരു തോട്ടി കിട്ടിയായിരുന്നു, വലിയൊരു തോട്ടി കേട്ടോ. അപ്പം കുറച്ച് മാങ്ങ പറിച്ച് അച്ചാറിട്ട് വെച്ചേക്കുവാണെങ്കിലുണ്ടല്ലോ, നമുക്ക് ആശുപത്രി പോകുമ്പോഴത്തേക്കും അത് കഴിഞ്ഞ് വന്നിട്ടൊക്കെ ആണെങ്കിലും എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അച്ചാറൊക്കെ ആണെങ്കിലും ഇട്ട് വെച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ അറിയത്തുള്ളൂ. അപ്പോൾ അതേണ്ടേ ഇത്രയും മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മൂത്ത മാങ്ങയാണ്. ഇതിനകത്ത് ചിലതൊക്കെ ചെനയ്ക്കാനും തുടങ്ങി. നല്ല മധുരം ഉണ്ടായിരുന്നു. ആ ചെറിയ ചെനപ്പിന് തന്നെ നല്ല മധുരമായ മാങ്ങയാണ്. പിന്നെ ഇത് അച്ചാറിട്ടാലും സൂപ്പറായിരിക്കും. വലിയ പുളിയുള്ള മാങ്ങയല്ല. ഇതിൻ്റെ പേരെന്നാന്ന് ഞാൻ മറന്നുപോയി സത്യത്തിൽ മാങ്ങയുടെ പേര്. അപ്പോൾ അതെല്ലാം ഞാൻ കഴുകി എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചു. കാരണം ഒത്തിരി ഉണ്ടല്ലോ, അരിഞ്ഞ് പെറുക്കി എടുക്കാനായിട്ട് താമസമാണ്. അപ്പോൾ അമ്മച്ചി 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് പോരും. അപ്പോൾ അമ്മച്ചി വന്നിട്ട് അരിഞ്ഞ് അച്ചാറിട്ടോളുവേ. അപ്പോൾ അതെല്ലാം കഴുകി ഫ്രിഡ്ജിനകത്ത് സെറ്റാക്കി ഇനി വൈകുന്നേരത്തേക്ക് അരി അരച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പം നാളെ അപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് എല്ലാം അരച്ച് പെറുക്കിയെടുത്ത് ഞാൻ ഈ റൈസ് കുക്കറിനകത്തോട്ട് ഇറക്കി വെക്കും കേട്ടോ. അരച്ച് അതേ ചൂടോടുകൂടി റൈസ് കുക്കറിൽ ഇറക്കി വെക്കുവാണെങ്കിൽ നല്ല പോണക്ക് പൊങ്ങി വരുവേ. നമ്മുടെ ഇവിടത്തേക്ക് ഒരു ക്ലൈമറ്റിലുണ്ടല്ലോ, അരി അരച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അരച്ച പടിയിരിക്കും രാവിലെ. കാരണം തണുപ്പൊക്കെ ആണെങ്കിൽ ഒട്ടും പൊങ്ങാതിരിക്കുവേ. അപ്പോൾ അങ്ങനെയൊക്കെ മിക്കവാറും പറ്റുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ റൈസ് കുക്കറിനകത്ത് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു ഓൾറെഡി ഒരു ചൂടുണ്ടല്ലോ, അപ്പോൾ അത് നല്ല പോണക്ക് പൊങ്ങി വരുമെന്ന് ഇങ്ങനെ കേട്ടത്. ഇഡ്ഡലി ആണെങ്കിലും അപ്പത്തിനാണെങ്കിലും ഒക്കെ അരച്ച് വെച്ചിട്ട് പെട്ടെന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ഐഡിയ കേട്ടോ ഈ റൈസ് കുക്കറിനകത്ത് വെക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് ഒന്നും മൊത്തം പറയാൻ പറ്റത്തില്ല, മുഴുവനൊന്നും എടുത്തിട്ടില്ല. എന്നാലും കുറേശ്ശെ ഉള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.